ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു EatChatDrive വിത്ത് അൻസൽ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. ഇവിടെ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. കൊച്ചിയിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് കാഴ്ചകൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു വെല്ലിംഗ്ടൺ ഐലൻഡ് വരണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ജസ്റ്റ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു ഡ്രൈവ് എടുത്തതാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ആകപ്പാടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കാരണം വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഒരുപാട് കണക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ആക്ച്വലി ഇത് കാട് കയറി ഒരു എന്താ പറയുക, ഒരു പ്രേതാലയം പോലെയാണ് ഇപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത്. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ട്, ഇവിടെ വന്ന് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഇപ്പം ജസ്റ്റ് വെല്ലിംഗ്ടൺ ഐലൻഡ് വരെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി വന്നതാണ്. ഒരുപാട് കാട് പിടിച്ച് കിടക്കുക. കാരണം ഇതൊക്കെ ആക്ച്വലി ചരക്ക് ഗതാഗതത്തിനും അല്ലെങ്കിൽ പല ട്രെയിനുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ രീതിയിലൊക്കെ ഇവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഈ ഒരു ലൈൻ ക്ലീനാക്കി എടുത്തിട്ട്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നേവിയുടെ സ്ഥലമായതുകൊണ്ട് ഇവിടെ അവർക്ക് ഇലക്ട്രിക് ലൈൻ കൊടുക്കാനുള്ള സൗകര്യമില്ല, അവർ പെർമിഷൻ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഇങ്ങോട്ടേക്ക് ട്രെയിനും കാര്യങ്ങളൊന്നും കടക്കാൻ അനുവദിക്കാത്തത്. കാരണം ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ തന്നെ ഒരുവിധം നല്ലൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ആവും, നല്ലൊരു ചിലവാകും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്നത്. എന്നാലും വളരെ അത്യാവശ്യം സൗകര്യമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ആക്ച്വലി ട്രെയിൻ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അത്യാവശ്യം എന്താ പറയുക, ലാസ്റ്റ് വന്ന് നിർത്തുന്നൊരു സ്ഥലമായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം സ്റ്റോപ്പാണ്. പിന്നെ അപ്പുറത്തോട്ട് റെയിൽവേ ലൈനുകളൊന്നുമില്ല. രണ്ട് സൈഡും അതുപോലെ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്.